സ്പോഞ്ച് കേക്കിന് ഈ 1 കപ്പ് മൈദ, 1 കപ്പ് ഷുഗർ, 4 മുട്ട, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 സ്പൂൺ ഒലിവ് ഓയിൽ അല്ലെ സൺഫ്ലവർ ഓയിൽ, ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. അതുകൊണ്ട് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കി എടുത്ത് മാറ്റി വെക്കാം. പിന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. പിന്നെ ഇതിന് ഗ്ലേസ് എന്ന് പറഞ്ഞാൽ ക്രസ്റ്റ് ക്രമ്മൺ സ്ട്രോബെറി ജെല്ല് മേടിക്കാൻ കിട്ടും, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു ബൗളിലെടുക്കണം. പിന്നെ ഞാൻ ഇതിന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്നട്ടും ബദാമും കൂടെ പൊടിച്ചെടുത്തു. അതും കൂടെ ആ സ്ട്രോബെറി ജെല്ലിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ജെല്ല് തന്നെ കുറച്ചുകൂടെ ഇട്ട് അത് ലിക്വിഡ് പോലെ ആക്കി വെച്ചു. പിന്നെ വിപ്പിംഗ് ക്രീം ഒരു ബൗളിൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്, 200 ഗ്രാം വരും. അത് കുറച്ച് പൗഡേർഡ് ഷുഗറും കൂടെ ചേർത്ത് 1 സ്പൂൺ വാനില എസൻസ് കൂടെ ഇട്ട് നല്ലപോലെ വിപ്പ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞത് ഈ സ്പോഞ്ച് കേക്ക് 3 പീസായിട്ട് മുറിച്ച് വെച്ചിരുന്നല്ല, അത് ഓരോ പീസ് എടുത്ത് ഒരു കേക്കിൻ്റെ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു, അത് കഴിഞ്ഞ് വിപ്പിംഗ് ക്രീം തേച്ചു. ഇതിൻ്റെ മേലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന കാഷ്നട്ട് ബദാമും ഗ്ലേസും കൂടി ഉള്ളത് മിക്സ് ചെയ്തു, സ്ട്രോബെറി ഗ്ലേസും കൂടെ മിക്സ് ചെയ്ത് രണ്ടാമത്തെ ലെയർ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ആദ്യം ഷുഗർ സിറപ്പ്, പിന്നെ വിപ്പിംഗ് ക്രീം, പിന്നെ ബദാമും കാഷ്നട്ടും, അങ്ങനെ 3 ലെയർ ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കും. രണ്ടാമത്തെ ലെയറിൽ ബാക്കിയെല്ലാം കൂടി, മൂന്നാമത്തെ ലെയറിൽ ആവശ്യമില്ല, മേതയുള്ളതായത് കാരണം. അങ്ങനെ 3 ലെയറും വെച്ച് ലാസ്റ്റ് വിപ്പിംഗ് ക്രീം എല്ലായിടത്തും നല്ലപോലെ ഷേപ്പ് ചെയ്ത് ഒഴിക്കണം. സ്പാച്ചില എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഫിനിഷ് ചെയ്ത് എടുത്താൽ മതി. സൈഡിലും ഒക്കെ എല്ലാം നല്ല ഷേപ്പാക്കി എടുക്കും. സ്പാച്ചില അല്ല ഒരു നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആ വിപ്പിംഗ് ക്രീമിൽ തന്നെ കുറച്ച് സ്ട്രോബെറി കളർ ഉണ്ടായിരുന്നു, ആ കളറും കൂടെ ചേർത്തിട്ട് ഒരു നോസിൽ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാം. ചെറിയ നോസിൽ വെച്ചിട്ട് ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫ്ലവർ ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു 4 ഫ്ലവർ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ തന്നെ ആ സ്ട്രോബെറി ഗ്ലേസ്, അതിൽ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, അങ്ങനെ തന്നെ സിറപ്പ് പോലെ ഇരിക്കുന്ന അത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് മേലെ ഒഴിക്കാം, നല്ല ഗ്ലേസ് ഉണ്ടാവും. വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യണേ. ഓക്കെ.